കോതമംഗലത്ത് പുകയില വിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു റാലി. മുനിസിപ്പൽ കൗൺസിലർ സലീം ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പങ്കെടുത്തു. ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പുകയില വിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. കോതമംഗലം എക്സൈസ് സർക്കിൾ ഓഫീസിന്റെയും റേഞ്ച് ഓഫീസിന്റെയും നേതൃത്വത്തിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് NSS NCC യൂണിറ്റുകളുടെ സഹകരണത്തോടെയായിരുന്നു റാലി. നമുക്കറിയാം, നമ്മുടെ നാട് വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിന് മുമ്പ് വളരെ ആശങ്കയോടെ, വളരെ പേടിയോടെ, വളരെ വിഷമത്തോടു കൂടി നമ്മുടെ നാട്ടിലെ യുവാക്കളെ, നമ്മുടെ ക്യാമ്പസുകളിലെ കുട്ടികളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ വേദനയോടുകൂടി അവർ കാട്ടിക്കൂട്ടിയ പല അക്രമങ്ങളും, സ്വന്തം സഹപാഠികൾക്ക് നേരെ നടത്തിയ അക്രമങ്ങൾ, സമൂഹത്തിൽ അവർ നടത്തിയ ലഹരി പാർട്ടികൾ, ലഹരിക്ക് വേണ്ടി ലഹരിയുടെ പിന്നാലെ ഈ യുവാക്കൾ മുഴുവൻ പോകുന്നു എന്ന തരത്തിലുള്ള സന്ദേശം തോന്നിക്കുന്ന വിധത്തിലുള്ള പ്രോഗ്രാമുകൾ, അതൊക്കെ വലിയ ആശങ്കയാണ് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർത്തിവിട്ടത്. പക്ഷേ എന്നാൽ ഇന്ന് നമുക്കറിയാം, നമ്മുടെ യുവാക്കളുടെ, നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോകാറുള്ളത്. പക്ഷേ എന്നാൽ കൂടി അത് നമ്മുടെ ഈ സമൂഹത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും അത്തരത്തിലുള്ളവരാണെന്ന് തോന്നലുണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിമുക്തി മെന്റർ KS ഇബ്രാഹിം ആമുഖ പ്രഭാഷണം നടത്തി. മുനിസിപ്പൽ കൗൺസിലർ സലീം ചെറിയാൻ റാലി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ആണെങ്കിലും ഈ പുകയിലയുടെയും മദ്യപാനത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അവരുടെ പ്രവർത്തന രീതികളും നമ്മൾ ഓരോ ദിവസവും കാണുന്നതാണ്. ഇപ്പോൾ ഈ സർക്കാർ തൂഫാൻ എന്നുള്ള നിലയിൽ ഒരുപാട് കേസുകൾ പിടിക്കുകയും അത് ഒരുവിധം ഒതുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും എല്ലാ സ്ഥലങ്ങളിലും പിന്നെയും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഇത് ലഹരി വിരുദ്ധമായിട്ട് ഉള്ള ഈ റാലി വിജയപരമാകട്ടെ എന്നും ഇതിൻ്റെ റാലി കണ്ട് ബോധവൽക്കരണം നടത്തുന്നതോടുകൂടി ഈ ലഹരിക്ക് അടിമയായിട്ടുള്ളവർ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർ അതിൽ നിന്ന് പിന്മാറി നല്ല രീതിയിലുള്ള ജീവിതം നടക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ എന്നും അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്നും ഇത് ചെയ്യുന്നു. കൂടാതെ നമ്മുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ആണെങ്കിലും എക്സൈസ് വകുപ്പിൽ നിന്ന് എല്ലാ കൊല്ലവും നമ്മൾ ബോധവൽക്കരണ ക്ലാസ് നമ്മളവിടെ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലും നടത്താറുണ്ട്. പിള്ളേരെ അതിനെ ബോധവൽക്കരിക്കാറുണ്ട്. അതിൻ്റെ ഗുണം കാണുന്നുമുണ്ട്. അപ്പോൾ അതിന് എക്സൈസ് വകുപ്പിനും പോലീസ് വകുപ്പിനും പ്രത്യേകം അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് MP വിമുക്തി സന്ദേശം നൽകി. മാർ അത്തനേഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യാക്കോസ്, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഫേബ കുര്യൻ, NCC പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രമ്യ K, കോളേജ് വിമുക്തി സെൽ കോർഡിനേറ്റർ സജിൻ പോൾ എന്നിവർ സംസാരിച്ചു. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ വളരെ പ്രശംസനീയമായ രീതിയിൽ ഇന്ന് എക്സൈസ് വകുപ്പ് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനം പൊതുജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു സന്തോഷവും ഒരു ആത്മവിശ്വാസവും ചെറുതല്ല. കാരണം അത്ര കണ്ട് കേരളത്തിൽ ലഹരി ഇതര സംസ്ഥാനക്കാരും നാട്ടുകാരും ലഹരിക്ക് വളരെയധികം അതൊരു നോർമലൈസ് ചെയ്യുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. ലഹരി എന്ന് പറയുമ്പോൾ അത് മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നുള്ളതിൽ നിന്ന് മാറി സിനിമകളിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ തന്നെ ഒരു പിക്ചറൈസേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതല്ല, ഇത് തെറ്റ് തന്നെയാണ്. ഒരിക്കൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക എളുപ്പമല്ല എന്നുള്ള ബോധവൽക്കരണം കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷനിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്കും കൊച്ചുകുട്ടികൾക്കും ഉൾപ്പെടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നത്. കോതമംഗലം ട്രാഫിക് സബ് ഇൻസ്പെക്ടർ ബിനോയ് KY ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മയക്കുമരുന്ന്, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ്. റാലിക്ക് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഫൈസൽ MAK, സിദ്ദിഖ് AE,
പ്രിവന്റീവ് ഓഫീസർ ഷെമീർ VA, റസാഖ് KA, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബിജു ഐസക്, ഉബൈസ് PM, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ബിൻസാർ എന്നിവർ നേതൃത്വം നൽകി. 21 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ലഹരി ഉപയോഗിക്കാനുള്ള അത് കുറ്റകരമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതെല്ലാം കുറ്റകരമായ സംഭവമാണ്. അതെന്തായാലും ഇവിടുത്തെ എക്സൈസ് വകുപ്പിൻ്റെ ഈ റാലി ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. ജനങ്ങളിലേക്ക് നിങ്ങളാണ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കേണ്ടത്. കോളേജുകളിൽ നിന്നും നമ്മളെ കോളേജിൽ ബന്ധപ്പെടാത്ത ആരെങ്കിലും പുറമേ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക. ആ കാര്യങ്ങൾ എക്സൈസിനെ പോലീസിനെ ഇവരെ അറിയിക്കുക. കൂടുതൽ നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് കുട്ടികളിൽ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.